വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. പവർ കട്ടില്ലാത്ത സംസ്ഥാനമാണ് കേരളം. റോഡ് റെയിൽ വികസനം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുവല്ലത്ത് ഗർഭിണിയായ യുവതിക്ക് നേരെ യുവാവിന്റെ പരാക്രമം. വീട്ടിൽ കയറി അതിക്രമിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസ് ആണ് യുവതിയെ ആക്രമിച്ചത്. യുവതിയും ഭർത്താവും തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഞാനും എൻ്റെ അമ്മൂമ്മയും എൻ്റെ അനിയത്തിയും, അതായത് ഭർത്താവിൻ്റെ അമ്മൂമ്മയും അനിയത്തിയും മാത്രം ഉണ്ടായിരുന്ന ദിവസം വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്ന് ഇതേപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി അവളെ ഞാൻ ഇതേപോലെ കൊല്ലുമെന്നും വയറ്റിൽ കിടക്കണ എൻ്റെ കൊച്ചിനെ കൊല്ലുമെന്നും എന്നെ മാനസികമായിട്ട് ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്ത് ഞാൻ പോലീസിനെ വിളിച്ച സമയത്ത് പേടിച്ച് അയാൾ പോവുകയും വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതേപോലെ തന്നെ വീട്ടുകാർ ഇയാളുടെ വലിയച്ഛനായതോ വലിയതറയിലെ CA ആയിരുന്നെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവർക്ക് ആ രീതിയിലുള്ള പിടിപാടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതേ തരത്തിലുള്ള കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അതുവഴി ഞങ്ങൾ ഊരിയെടുത്തോളാം ഞങ്ങളുടെ മകനെ, നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നുള്ള രീതിയിൽ വീട്ടുകാർ വഴി അവരുടെ വീട്ടിൽ നിന്ന് അനിയത്തി, അമ്മ, അച്ഛൻ ഉൾപ്പെടെ എന്നെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ഏകദേശം പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 8 മാസത്തോളം എൻ്റെ വൈഫിൻ്റെ പഴയ കാമുകനെന്നുള്ള രീതിയിലാണ് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനും അറിയത്തില്ല, എനിക്കറിയില്ല. പഴയ സമയത്ത് മുമ്പുണ്ടായ സമയത്ത് നേരിൽ ഒന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുപോകണം, അതിൽ കൂടുതൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിന് ശേഷം ഞാൻ അവളെ കല്യാണം കഴിച്ചു. ഇനി മാനസികമായിട്ടും ശാരീരികമായിട്ടും ജീവിക്കാൻ സമ്മതിക്കില്ല, സാമ്പത്തികമായിട്ടൊന്നും ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഭീഷണി. ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-9 മാസത്തോളമായി. മുൻ ആൺസുഹൃത്താണ് യുവതിക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഗർഭിണിയായ യുവതിയെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇവരുടെ പരാതിയിൽ പറയുന്നത് പോലെ ഈ യുവതിയുടെ മുൻ ആൺസുഹൃത്ത് വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയും അവർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? പ്രകോപന കാരണം എന്താണ്? ടോം, ഇപ്പോഴും ദമ്പതികൾ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഈ ആരോപണ വിധേയനെ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നിലയിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന ശേഷമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, അവരിപ്പോൾ കൊച്ചി സ്വദേശിയാണ്, തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് താമസിക്കുകയാണ്. ഈ വീട്ടിലേക്ക് അക്രമി എത്തുകയും ഇവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഗർഭിണിയെ ആക്രമിക്കും, 7 മാസം ഗർഭിണിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ആക്രമിക്കും, കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് പ്രതി നടത്തിയത്. ഇത് സ്വാഭാവികമായും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അനവധിയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതെല്ലാം തന്നെ ഈ കുറ്റകൃത്യം നടന്ന ശേഷമാണ്. പക്ഷേ ഇത് അതിന് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകണം, കേസെടുക്കണം എന്ന ആവശ്യമാണ് ദമ്പതികൾ ഉന്നയിക്കുന്നത്. അവിടെ ഒത്തുതീർപ്പ് എന്ന നിലയ്ക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നതും എഴുതി വെപ്പിച്ച് ഇവരെ വിടുക എന്ന കാര്യം. പക്ഷേ അതുകൊണ്ട് മാത്രമായോ എന്നൊരു സംശയമുണ്ട്, ഇവരുടെ ഭീതിയുണ്ട്. 7 മാസം ഗർഭിണിയാണ് ആ പെൺകുട്ടി. നേരത്തെ ഈ കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഇന്നലെ അവരുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ആൾ നേരത്തെ തന്നെ എഡ്വിൻ ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. പെൺകുട്ടി കൊച്ചി സ്വദേശിയാണ്, അവിടെ വെച്ചുള്ള പരിചയമാണ്. അതിനുശേഷം പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് വരികയും ഇവിടെ മറ്റൊരു യുവാവുമായി വിവാഹത്തിലേർപ്പെടുകയും അവരുടെ ദാമ്പത്യം തുടർന്നു പോവുകയുമാണ്. പക്ഷേ എഡ്വിൻ പല നമ്പറുകളിലായി തുടർച്ചയായി ഈ വീട്ടിലേക്ക് വിളിക്കുന്നു. മാത്രമല്ല ഭർത്താവിനെ വിളിച്ചിട്ട് കൊലപ്പെടുത്തും എന്ന കാര്യം പറയുന്നു. തന്റെ കാമുകിയായിരുന്നു എന്ന് പറയുന്നു. തനിക്ക് പോലീസിലും മറ്റ് സംവിധാനങ്ങളിലും ബന്ധമുണ്ട് എന്ന കാര്യം ഭീഷണിയായി ഇവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുടുംബമാണ്, അവർ ഭയപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്നലെ തന്നെ ഭീഷണിപ്പെടുത്താൻ എത്തുമ്പോൾ ആ വീട്ടിൽ ഈ പെൺകുട്ടിയും ഭർത്താവിന്റെ അമ്മയും മറ്റൊരു പെൺകുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ
ഭീഷണിപ്പെടുത്തുകയാണ്, എത്തിയിട്ട് കൊലപ്പെടുത്തും എന്ന കാര്യം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പോലീസ് ഒത്തുതീർപ്പിൽ പറഞ്ഞവസാനിപ്പിച്ച് വിട്ടാൽ എന്താകും ഇവരുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും തിരുവല്ലം പോലീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്നത് കൊച്ചിയിൽ വെച്ചുള്ള ബന്ധമാണ്. തീർച്ചയായും വിനോദ്, നേരത്തെ തന്നെ ഈ യുവതിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. കാരണം ഈ യുവാവ്, മുൻ സുഹൃത്തെന്ന് പറയുന്ന ഈ യുവാവ് ഇതിനു മുൻപും പലപ്പോഴും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഇവർക്ക്, ഈ യുവതിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സെറ്റിൽമെന്റ്, ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, അതോ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണോ ഇവരുടെ തീരുമാനം? ടോം, നമ്മൾ മനസ്സിലാക്കുന്നത് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അവരെ കൊണ്ട് ഇത് ഒത്തുതീർപ്പിലേക്ക് പോകണം, അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോലീസ് കൊണ്ടെത്തിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പോലീസ് സ്റ്റേഷനുകൾ ഒത്തുതീർപ്പിന്റെ ഇടമാകരുത്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ ആ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്ന കാര്യം. അവിടെയാണ് ഈ മുൻ റിട്ടയർഡ് CI ഉൾപ്പെടെ ഈ അക്രമിയുടെ ബന്ധുക്കളായി ഉണ്ട് എന്ന കാര്യം പറയുന്നത്. സൈനികനുണ്ട്, പോലീസുകാരുണ്ട് തന്റെ കുടുംബത്തിൽ എന്ന കാര്യം. മാത്രമല്ല ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഫോണിൽ നിന്ന് പോലും ഈ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇവരെ അലട്ടുന്നത്. ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, ഈ ഭർത്താവ് പറയുന്നത്, താനൊരു കൂലിപ്പണിക്കാരനാണ്, തന്നെ ഇത്രയധികം ഭീഷണിപ്പെടുത്തുമ്പോൾ തനിക്ക് തിരികെ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫോണിലൂടെ ആ തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്നത് തിരുവനന്തപുരം കഠിനംകുളത്തെ സംഭവമാണ്. അവിടെ യുവതിയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് ആ തരത്തിൽ നിഷ്ഠൂരമായി ഒരു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള സംഭവങ്ങൾ തൃശൂരിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കൊലപ്പെടുത്തുന്ന സംഭവം, ആറ്റിങ്ങലിൽ അങ്ങനെ ഒരു യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം. ഇത് അങ്ങനെ കൊലപാതകം എന്നത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല റിപ്പോർട്ടിംഗിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ ഏറ്റെടുക്കുന്നതും ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതും. നേരത്തെ അവർ തമ്മിൽ സൗഹൃദമായിരുന്നു, ആ സൗഹൃദം അവസാനിപ്പിച്ചു. അതിനുശേഷം തുടർച്ചയായി ഈ വിവാഹം കഴിഞ്ഞ് 7 മാസം ഗർഭിണിയായ ശേഷവും ഈ വീട്ടിലേക്ക് എത്തുകയും അവിടെയുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു. പല നമ്പറുകളിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് താനൊരു കൂലിപ്പണിക്കാരനാണ്, പ്രതികരിച്ചു പോവുകയാണ്, കേസെടുക്കണമെന്ന ആവശ്യമാണ് അവർക്കുള്ളതെന്ന കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അത് എത്രമാത്രം ആശാസ്യമാണെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഒരാളുടെ ജീവൻ നഷ്ടമായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം ശിഥിലമായ ശേഷമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതെന്ന ഒരു ഒറ്റ ചിന്ത, ആ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവർ സമാധാനപരമായി ജീവിക്കുകയാണ്. നേരത്തെ ഒരു വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ പല സംഭവങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അവിടെ പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയൊക്കെ പ്രകടമാണ്. കാരണം ഇവിടെ കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നു. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക്, ഗുണ്ടാ സംഘങ്ങൾക്കടക്കം പുറത്ത് സ്വൈരവിഹാരം ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം പോലീസ് തന്നെ സൃഷ്ടിക്കുന്നു. ഈ തിരുവല്ല പോലുള്ള സംഭവങ്ങൾ ഇനി ഒരു വീട്ടിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും ഈ യുവതിയും ഭർത്താവും അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് അവിടെ ഒരു മുൻ സുഹൃത്തിൻ്റെ ഒരു കടന്നുവരവുണ്ടാകുന്നത്. ഇതിനു മുൻപും ഇയാൾ ഈ കുടുംബത്തെ, ഈ യുവതിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതേ നിലപാട് തന്നെയായിരുന്നു പോലീസ് സ്വീകരിച്ചതും. പോലീസിന്റെ സമീപനം, അല്ലെങ്കിൽ പോലീസിലേക്ക് അവർ പോകുന്നത് ആദ്യമായിട്ടാണ്. പോലീസിന്റെ സമീപനമാണ് സംശയമുണ്ടാക്കുന്നത്. കാരണം കേസ് വേണം എന്ന് പറയുന്ന കുടുംബത്തോട് എന്തിനാണ് ഒത്തുതീർപ്പിന് വേണ്ടി പോലീസ് നിർബന്ധം പിടിക്കുന്നത്? മാത്രമല്ല ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ കേസ് രജിസ്റ്റർ ചെയ്താൽ ഈ കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയൻ റിമാൻഡിൽ പോകുന്ന സ്ഥിതിയുണ്ടാകും. 7 മാസം ഗർഭിണിയാണ്, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, അവിടെ വന്നിട്ട് വധഭീഷണി നടത്തി പോവുകയാണ്. ആ ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന സംശയമുണ്ടാകുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും ഉദ്ധരിക്കുന്നത്.
പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പിന്റെ ഭാഗമാകരുത്. അവിടെ പരാതിയുമായി ആളുകൾ വന്നാൽ ആ പരാതി റിപ്പോർട്ട് ചെയ്യുകയും അതിൽ എഫ്ഐആർ എടുക്കുകയും കേസുമായി മുന്നോട്ട് പോവുകയും വേണം. അതിനപ്പുറത്തേക്ക് കോടതിയുണ്ട്. ആ നടപടിയിലേക്ക് പോകാതെ എന്തിനാണ് ഈ തരത്തിൽ ഈ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നത്? ഇയാളെ പുറത്തുവിട്ടാൽ നാളെ ഇയാൾ വന്ന് അക്രമം കാണിക്കില്ല എന്ന് പറയാൻ പോലീസിന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതൊരു സാധാരണ സംഭവമായി മാറും. ഒരാൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, രണ്ട് കൂട്ടർക്കും പരാതിയില്ല, ഈ പരാതി അവസാനിക്കുന്നു. പക്ഷേ ആ വീട്ടുകാരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. 7 മാസം ഗർഭിണിയാണ്. ആ വീട്ടിൽ അവരുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ അമ്മ എന്നാണ് നേരത്തെ പറഞ്ഞത്, അമ്മൂമ്മയാണ് ആ വീട്ടിലുള്ളത്. അമ്മൂമ്മ, സഹോദരി, ഈ സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അങ്ങനെ അവർ കഴിയുമ്പോൾ അവിടേക്ക് വീണ്ടും വീണ്ടും ഇയാൾ എത്തുന്നില്ല. എന്ത് ഉറപ്പാണ് പോലീസിന് നൽകാൻ കഴിയുന്നത്? അല്ലെങ്കിൽ പോലീസ് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ ആ വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്ന ഒരു നടപടിയല്ലേ പോലീസിന് മുമ്പിലുള്ളത്? അങ്ങനെയുള്ള സംശയങ്ങൾ കൂടി ഉണ്ടാകുന്നു. നാളെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന ശേഷമാണ് പോലീസ് ഇതിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ആര് ഉത്തരം പറയും? അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഠിനംകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അവിടെ പൂജാരിയായ ഭർത്താവ് ഇത് ആരോടും പറഞ്ഞില്ല, ഇത് വെളിപ്പെടുത്തിയില്ല, പോലീസിനോട് പറയുന്നതിന് കാലതാമസമുണ്ടായി, ഈ കൊലപാതകം നടക്കുന്നതുവരെ പോലീസിനോട് പറഞ്ഞില്ല, മറ്റാളുകളോട് പറഞ്ഞില്ല എന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവർ സമാധാനപരമായി ജീവിക്കുകയാണ്. ആ ദമ്പതികൾ അവരുടെ ജീവിതവുമായി പോകുമ്പോൾ പഴയ ആൺസുഹൃത്ത് അവരുടെ കുടുംബത്തിലേക്ക് വന്നു കയറുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. യുവതിയെ കൊലപ്പെടുത്തും, കുഞ്ഞിനെ കൊലപ്പെടുത്തും എന്ന ഭീഷണി ഉയർത്തുന്നു. പോലീസുമായി ബന്ധമുണ്ട്, സൈനികരുമായി ബന്ധമുണ്ട്, മറ്റുദ്യോഗസ്ഥരുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞ് ആ ഒരു ബന്ധുബലം അല്ലെങ്കിൽ ആൾബലം ആ വീട്ടിൽ പറഞ്ഞ് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു പോകുമ്പോൾ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്? പോലീസ് ഒത്തുതീർപ്പിൽ പറഞ്ഞുവിട്ടാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ടോം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം വലിയ ഭീതിയിലാണ്. ഈ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും ഇവർക്കെതിരെ ഭീഷണി മുഴക്കാനും അതല്ലെങ്കിൽ കൊലപ്പെടുത്താനും വരെ സാധ്യതയുണ്ട്. അത്തരം കൊലവിളിയാണ് വീട്ടിൽ വന്ന് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലെത്തി ഇയാൾ മുഴക്കിയത്. പക്ഷേ പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു, പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ യുവതിക്കും അവരുടെ കുടുംബത്തിനും സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് പോലീസും നമ്മുടെ നിയമ സംവിധാനവുമാണ്. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കുടുംബവും ജീവനൊടുക്കിയ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാക്കനാട് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യ CBI അറസ്റ്റ് ഭയന്നെന്ന സംശയത്തിലാണ് പോലീസ്. ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹോദരി ശാലിനിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതേസമയം വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിൽ എത്തിയ ശേഷം മാത്രം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ രാത്രി കൊച്ചി നഗരത്തെ ഏറെ ആശങ്കപ്പെടുത്തിയ, ഏറെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും കുടുംബാംഗങ്ങളുടെയും 3 അംഗ കുടുംബത്തിന്റെ ആത്മഹത്യ. അതിനുശേഷമാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ, ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. CBI അറസ്റ്റ് ഭയന്നാണ് ഈ കൂട്ടാത്മഹത്യയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതായത് ഈ ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പറയുന്നു. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, അത്തരത്തിൽ CBI ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് 15-ാം തീയതി ഹാജരാകാൻ ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഇത് മനീഷ് സഹപ്രവർത്തകരോട് പറഞ്ഞതായിട്ടാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. മനീഷിന്റെ സഹോദരിയുടെ, അതായത് ശാലിനിയുടെ
ഒരു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് നാട്ടിൽ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മനീഷ് ലീവ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതേസമയം ഈ ശാലിനി PSC പരീക്ഷ, അതായത് ജാർഖണ്ഡ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് ഹോൾഡറാണ്. ഈ പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു എന്ന് തന്നെ കാട്ടിക്കൊണ്ടാണ് CBI നോട്ടീസ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ ഡെപ്യൂട്ടി കളക്ടറായി ജോയിൻ ചെയ്തിരുന്നു. ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള സഹോദരിയുടെ ജോലി പോകുമോ എന്ന് ഭയന്നാണ്, ആ ഭയപ്പാടിലൂടെ ഉണ്ടായ ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. അതേസമയം ഇവരുടെ അമ്മ മരിച്ചത് എങ്ങനെയാണ്? അമ്മ ശകുന്തള ആയിരുന്നു ആദ്യം മരിച്ചത്. കാരണം ഇവർ രണ്ടുപേരും, മനീഷും ശാലിനിയും, അവരവരുടെ മുറികളിൽ തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സഹപ്രവർത്തകർ കണ്ടെത്തിയത്. അതായത് മനീഷ് ലീവ് എടുത്ത് കുറച്ച് ദിവസം പോകുന്നു. ആ ലീവ് കഴിഞ്ഞ ശേഷവും അദ്ദേഹം ഓഫീസിലെത്തിയില്ല. ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇവിടുന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം, ഒരു ചുറ്റുപാടിലേക്ക് അവരെത്തിപ്പെടുന്നതും അത് അയൽക്കാരൊക്കെ കരുതിയിരുന്നത് മാലിന്യ കൂമ്പാരത്തു നിന്നും ദുർഗന്ധമുണ്ടാവുന്നു എന്നായിരുന്നു അവർ തെറ്റിദ്ധരിച്ചിരുന്നതെന്ന് അയൽക്കാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജനൽ തുറന്നു നോക്കുമ്പോഴാണ് മനീഷ് തൂങ്ങി നിൽക്കുന്ന ആ സാഹചര്യം കണ്ടത്. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്നുള്ള പരിശോധനയിലാണ് അമ്മയും സഹോദരിയും അവരവരുടെ മുറികളിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥ കണ്ടെത്തിയത്. സഹോദരി ശാലിനിയുടെയും അതുപോലെ മനീഷിന്റെയും മരണം ആത്മഹത്യയാണ് എന്നാണ് പോലീസ് സ്ഥിരീകരണം. പക്ഷെ അതിന് മുൻപ് തന്നെ അമ്മ ശകുന്തള മരിച്ചിരുന്നു. അമ്മയുടെ മൃതദേഹം വെള്ള പുതപ്പിച്ച് പൂക്കളൊക്കെ വിതറിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്മ മരിച്ചതിന്റെ ആഘാതത്തിൽ ഈ രണ്ട് മക്കളും ആത്മഹത്യ ചെയ്തതാണോ? അതല്ലെങ്കിൽ നേരത്തെ പോലീസ് സൂചിപ്പിക്കുന്നത് പോലെ CBI ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് ഇവർക്ക് അയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. CBI ഈ കേസിൽ അറസ്റ്റ് ഭയന്ന് ആത്മഹത്യ ചെയ്തതാണോ? അതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ടിട്ടാണോ ശകുന്തളയുടെ മരണം ആത്മഹത്യയാണോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ശകുന്തളയുടെ മരണം എങ്ങനെയെങ്കിലും സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു സഹോദരി വിദേശത്തുണ്ട്. അതായത് ബന്ധുക്കളുടെ കൺസെന്റോട് കൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുകയുള്ളൂ. ഈ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരം നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് തിരിച്ചടി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. PV കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. CN പ്രകാശ്, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. CN പ്രകാശ്, ഇപ്പോൾ PC ജോർജിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. എന്താണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്? മുസ്ലിം വിരുദ്ധ പരാമർശ കേസിൽ BJP നേതാവായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ആണ് തള്ളിയിട്ടുള്ളത്. PC ജോർജ് നിരന്തരം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ടുള്ള വാദം. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിലാണ് പ്രധാനമായിട്ടും ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് CN പ്രകാശ്, കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ പറഞ്ഞതാണ് ഈ തത്സമയ ചാനൽ ചർച്ചയിൽ പറ്റിയ അബദ്ധമാണ്, അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു അബദ്ധം തുടർച്ചയായി സംഭവിക്കുന്നു. കാരണം PC ജോർജ് നമുക്കറിയാം, എന്ത് വായി തോന്നിയത് എന്താണെങ്കിലും വിളിച്ചു കൂവുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി PC ജോർജിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇതിൽ PC ജോർജ് തിരിച്ചടിയായത് എന്താണ്? ഇതുപോലുള്ള തുടർച്ചയായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളാണോ, അതോ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ കോടതി അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണോ ഈ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാൻ കാരണമായത്? PC ജോർജ് മുൻപും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. PC ജോർജിന്റെ പരാമർശം
ഗൗരവമുള്ളതാണ്. 40 വർഷം MLA ആയിരുന്ന അനുഭവ സമ്പത്തുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. വിവാദ പരാമർശം നടത്തുമ്പോൾ മുൻ ജാമ്യ വ്യവസ്ഥ മനസ്സിലാക്കണം എന്നും കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. ഒപ്പം നിരന്തരം അബദ്ധമാണ് PC ജോർജിന്റേത് എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. അബദ്ധമാണ് പറ്റിയതെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ സമ്മതിച്ചെങ്കിൽ പോലും അത് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവന നടത്തിയതിന് 4 കുറ്റകൃത്യങ്ങൾ PC ജോർജിന്റെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല, അങ്ങനെയെങ്കിൽ അടുത്ത അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കുമല്ലോ. സ്വാഭാവികമായും ഈ പോലീസ് ഉടൻ തന്നെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കിടക്കുമോ? PC ജോർജ് ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആജ്ഞ? മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ അടുത്ത നടപടി പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 വർഷം MLA ആയിരുന്ന ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പൊതു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ നിരന്തരം മതവിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. നേരത്തെ തന്നെ 4 തവണയാണ് PC ജോർജ് ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കോടതിയിൽ ഇത് അബദ്ധം പറ്റിയതാണ്, PC ജോർജിന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനെയും തള്ളിക്കളയുകയുണ്ട്. കാരണം നിരന്തരം അബദ്ധം പറ്റുന്ന ഒരാളായിട്ട് PC ജോർജ് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഈ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ജാമ്യ കാലാവധിയിൽ ഈ ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് തന്നെ PC ജോർജ് ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചതായും കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പോലീസ് തന്നെ 4 തവണ PC ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയതായിട്ട് കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് തന്നെയാണ് ഈ മതവിദ്വേഷ പ്രസംഗം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് വലിയ കുറ്റകൃത്യമാണ് ഇന്ത്യൻ നിയമമനുസരിച്ച്. അതുകൊണ്ട് തന്നെ അത്തരം ശിക്ഷാ നടപടികളിലേക്ക് തന്നെയാണ്, അത് അനുശാസിക്കുന്ന ശിക്ഷാ നടപടികളിലേക്ക് തന്നെയാണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഇത് കേസ് പരിഗണിച്ചത്. നേരത്തെ തന്നെ ഇതിൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നൊരു നിലപാട് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിരന്തരം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരുന്നു. നിരന്തരം അതല്ലെങ്കിൽ ഈ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൽ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളും പരാമർശങ്ങളുമല്ല PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരം പരാമർശങ്ങൾ നേരത്തെ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. ഒരുപാട് തവണ ഇത്തരം അബദ്ധങ്ങൾ PC ജോർജിന് പറ്റിയിട്ടുണ്ടും എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജാമ്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ സിറ്റിംഗിലും കോടതി പറയാതെ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഭാഷയിലായിരുന്നു PC ജോർജിനെതിരെ കഴിഞ്ഞ ദിവസം കോടതി വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ എല്ലാവരും കോടതി ഉത്തരവുകൾ ലംഘിച്ചാൽ എന്ത് ചെയ്യും? PC ജോർജ് 10-40 കൊല്ലമായി പൊതുപ്രവർത്തകനും MLA ഒക്കെ ആയിരുന്നില്ലേ? അത്തരമൊരാൾ എങ്ങനെയാണ് കോടതി ഉത്തരവ് ലംഘിക്കുന്നതെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചതാണ്. വലിയ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമായിരുന്നു കോടതി അന്ന് ഉന്നയിച്ചത്. എന്തായാലും മുൻകൂർ ജാമ്യം PC ജോർജിനില്ല. സ്വാഭാവികമായിട്ട് ഇനി മേൽക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം. അത്തരമൊരു സാവകാശം പോലീസ് കൊടുക്കുമോ, അതോ ഒരു തിടുക്കപ്പെട്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമോ? കാരണം ഇത് നേരത്തെ കോടതി സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട സംഭവമല്ല. PC ജോർജ് പതിവായി ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ, മതവിദ്വേഷ പരാമർശങ്ങൾ നടത്താറുണ്ടല്ലോ. ഇനിയും പോലീസ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച തയ്യാറാകുമോ? ഒരു ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമോ? PC ജോർജിന് ഹയർ കോടതിനെ സമീപിക്കാനുള്ള സാവകാശം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല, ഈ കോടതി സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ പോലീസിന് ഉടനടി ഇത് വേണമെങ്കിൽ അതിൽ തീരുമാനമെടുക്കാവുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ
ഈ പറഞ്ഞതുപോലെ കോടതിയുടെ കടുത്ത വിമർശനമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. കാരണം 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ള PC ജോർജ് 40 കൊല്ലം MLA ആയിരുന്ന ആൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നിരന്തരം ഇത്തരം മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത്? അതല്ലെങ്കിൽ ആളുകൾ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പരാമർശങ്ങളൊക്കെ നിരന്തരമായി PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാനാവുക എന്നുള്ള ചോദ്യമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും ഈ കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ മുൻകൂർ ജാമ്യം തള്ളും എന്നുള്ള, അല്ലെങ്കിൽ ജാമ്യം നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ള പരാമർശത്തിൽ കോടതി ഉറച്ചു നിന്നതും അങ്ങനെയാണ്. ഇത് നേരത്തെ തന്നെ പോലീസ് ഈ 4 കേസുകൾ, അതായത് മതവിദ്വേഷ പരാമർശങ്ങൾ PC ജോർജ് നടത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 4 കേസുകൾ ഉണ്ട് എന്ന് തന്നെ കോടതിയെ പോലീസും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസ് ഈരാറ്റുപേട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തെ പരാമർശിക്കുന്ന തരത്തിലുള്ള മതവിദ്വേഷ പരാമർശം നടത്തിയതിനാണ് PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 2002 ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് PC ജോർജിന് നിർദ്ദേശം നൽകിയതാണ്. അത് തുടർച്ചയായി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും വർഗീയ പരാമർശങ്ങൾ, മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് PC ജോർജിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ PC ജോർജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരിക്കുകയാണ്. മലപ്പുറത്ത് അമ്മയെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു വാർത്ത കൂടിയുണ്ട്. അതിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. നിങ്ങൾക്കറിയാമോ, നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. രഞ്ജി ട്രോഫിയിൽ ചരിത്രമെഴുതി കേരളം ആദ്യമായി ഫൈനലിലേക്ക്. സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ 2 റൺസിന്റെ ലീഡ് നേടിയാണ് കേരളത്തിന്റെ ചരിത്ര കുതിപ്പ്. ഒന്നാം ഇന്നിംഗ്സിൽ 457 റൺസെടുത്ത കേരളത്തിനെതിരെ ഗുജറാത്ത് 455 റൺസിന് ഓൾ ഔട്ടായി. ജലക് സക്സേനയും ആദിത്യ പർവാദയും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കം. വ്യവസായ കുതിപ്പിന് ആഗോള നിക്ഷേപകരുടെയും വ്യവസായികളുടെയും പിന്തുണയും നിക്ഷേപവും ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി. ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കുന്നു. വ്യവസായ വളർച്ചയ്ക്ക് സമഗ്ര ചട്ട ഭേദഗതി ഉടനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനുള്ള നിർദ്ദേശം ലഭിച്ചു. ലൈസൻസുകൾ സമയബന്ധിതമായി നൽകും. വ്യവസായത്തിനുള്ള അനുമതികൾ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല എന്നും മുഖ്യമന്ത്രി ഇൻവെസ്റ്റ് കേരളം ആഗോള നിക്ഷേപ സംഗമത്തിൽ വ്യക്തമാക്കി. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ നിക്ഷേപകന് മടങ്ങേണ്ടി വരില്ലെന്നും ഉറപ്പ്. വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. പവർ കട്ടില്ലാത്ത സംസ്ഥാനമാണ് കേരളം. റോഡ്, റെയിൽ വികസനത്തിന് വലിയ പ്രാധാന്യം. എല്ലാ മേഖലയിലും വികസനം ഉറപ്പാക്കിയെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാൻ നടപടി ലഘൂകരിച്ചുവെന്ന് മന്ത്രി P രാജീവ്. കേരളം നിക്ഷേപകരുടെ സ്വർഗമായി മാറി. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലപ്പുറത്ത് അമ്മയെ മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കൽപ്പകഞ്ചേരി വൈലത്തൂരിലാണ് സംഭവം. ആമിനയെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും വെട്ടിയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. പക്ഷേ എങ്കിൽ പോലും അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും ഈ രാവിലെ, പ്രത്യേകിച്ചും രാവിലെ 7 മണിക്കാണ് സംഭവം നടന്നത്. എന്താണ് ഈ പ്രകോപനത്തിന്, മകനെ ഈ രീതിയിലൊരു സ്വന്തം അമ്മയെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും വാക്കുതർക്കവും മറ്റും ഉണ്ടായിരുന്നോ, അതോ മാനസിക പ്രശ്നമാണോ ഈ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ടോം, നമ്മളെയൊക്കെ നടുക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ കൽപ്പകഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ഇവർ 3 പേര്, അതായത് മരിച്ച ആമിന, ഭർത്താവ്, മകൻ, ഇവരൊക്കെ ഒരു വീട്ടിലാണ് താമസം. ഭർത്താവ് ഇറച്ചി വെട്ടുകാരനാണ്. രാവിലെ അദ്ദേഹം ജോലിക്ക് പോയിരുന്നു. ഈ മകനും അയാളെ കൂടെ പോയിരുന്നു. പിന്നീട് വീട്ടിലെത്തി, രണ്ടാമത് തിരിച്ചെത്തി.
ഉമ്മയുമായിട്ട് എന്തോ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇയാൾ വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയെ വെട്ടുകയും വെട്ടേറ്റ് വീണ് കിടക്കുന്ന അമ്മയുടെ തലയിലേക്ക് ഇയാൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എറിയുകയും ഗ്യാസ് സിലിണ്ടർ അടിക്കുകയും ചെയ്തു. മരണം ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു അതിക്രൂരമായ നടപടിയാണ് ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ അവരുടെ ആമിനയുടെ ജീവൻ നഷ്ടമായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. പ്രതി വീട്ടിൽ നിന്ന് എവിടെയും ഓടിപ്പോയില്ല, വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അവിടുന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടി പൂർത്തീകരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഈ മുസമ്മിൽ പ്രതിയായിട്ടുള്ള ആൾ മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ളൊരു വിവരവും സ്ഥിരീകരിക്കാത്തതുണ്ട്. അങ്ങനെ അത്തരം സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇയാളുടെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചതെന്നും വേണം കരുതുവാൻ. എന്നാണെങ്കിലും അതീവ ദാരുണമായ സംഭവമാണ് കൽപ്പകഞ്ചേരി ഉണ്ടായത്. അമ്മയ്ക്ക് സ്വന്തം മകൻ്റെ കൈകളാൽ തന്നെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് സങ്കടം. ഇനി ഈ ലഹരി ഉപയോഗത്തിന് ഇതിലേക്കൊക്കെ വഴിവെച്ചതിന് ലഹരി ഉപയോഗത്തിന് വല്ല പങ്കുമുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊരു പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ നടക്കുമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും വലിയ ദുഃഖകരമായ ഒരു അങ്ങനെ ഒരു ലഹരിക്കടിമയാണോ ഈ മകൻ മുസമ്മിൽ? അതോ മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ് പറയുമ്പോഴും അതിനപ്പുറം ഈ സമീപകാലത്ത് കേരളത്തിൽ നടമാടിയ പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും ഈ മാനസിക പ്രശ്നം അതല്ലെങ്കിൽ ഈ ലഹരിക്കടിമയായി പിന്നീട് മാനസിക രോഗികളായി മാറുന്ന യുവാക്കളാണ് പലപ്പോഴും ആയുധങ്ങളെടുത്ത് അയൽക്കാരെയും ഉറ്റ ബന്ധുക്കളെ പോലും കൊലപ്പെടുത്തിയ പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഈ മുസമ്മിലിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അങ്ങനെ ഒരു ലഹരിക്കടിമയായ വ്യക്തിയാണോ ഇയാൾ? ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്ര വിവരങ്ങൾ ഇതിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ മുസമ്മിലിന് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ല ഇതുവരേക്കും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ക്രിമിനൽ കേസുകളുള്ളതായിട്ടോ അത്തരം പരാതികളുള്ള വിവരം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള വിവരം നാട്ടിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്ഥിരീകരിക്കാത്ത വിവരം മാത്രമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ചേർത്ത് വായിക്കാം, ഈ ലഹരി ഉപയോഗം തുടർച്ചയായി ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിൽ ഇയാൾക്ക് മാനസികമായ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെ വിവരത്തിൽ പോലീസ് നൽകുന്ന വിവരപ്രകാരം ഇയാൾക്ക് മുൻപ് ക്രിമിനൽ റെക്കോർഡുകളൊന്നും ഉണ്ടായിട്ടില്ല, കേസുകൾ ഉൾപ്പെട്ടതായിട്ടില്ല. പക്ഷേ നമുക്ക് ആ മേഖലയിൽ നിന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഈ സമീപകാലത്ത് നടക്കുന്ന ടോം സൂചിപ്പിച്ച പോലെയുള്ള കൊലപാതകങ്ങൾക്ക് എല്ലാം പിറകിൽ ഈ ലഹരി മാഫിയകളുടെ ഒക്കെ അദൃശ്യമായ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമൂഹം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയായിട്ട് ലഹരി വ്യാപനം മാറുമ്പോൾ അത് കുടുംബത്തിൽ ചോര ഇറ്റ് വീഴുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വായിച്ച് നമുക്ക് വിലയിരുത്തണമെങ്കിൽ കുറച്ചുകൂടി സമയം വേണം. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുടെ തിരക്കിലാണ്. എന്നാണെങ്കിലും ലഭ്യമായ വിവരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. കേട്ടോ. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ നടുക്കമുളവാക്കിയ വാർത്തയാണ് മലപ്പുറത്തു നിന്നും പുറത്തു വന്നത്. സ്വന്തം അമ്മയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ക്രൂരമായി വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് ആക്രമിച്ചും കൊലപ്പെടുത്തിയത്. സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിൻ്റെ പൊതുവിതരണ വകുപ്പുമായി സംരംഭക കരാറിൽ ഏർപ്പെട്ടെന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബാണ് ഒടുക്കം കടക്കെണിയിലായത്. വാടക കെട്ടിടം ഒഴിഞ്ഞു നൽകില്ലെന്ന ധാർഷ്ട്യത്തിൽ വകുപ്പ് നിലപാടെടുത്തോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ഇതോടെ ഒടിഞ്ഞ കാലുമായി പൊതുനിരത്തിൽ സമരത്തിലിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഷിഹാബിന്. ഡിപ്പോ മാനേജർ പറയുന്നത് ഫിനാൻസുമായിട്ട് എറണാകുളത്ത് ഫിനാൻസ് വിളിക്കാൻ പറയും. അവിടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം വാടകയുടേത് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പൂർണ്ണമായി കിട്ടാതായിട്ട് എത്ര മാസമാകുന്നു? പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 1 മാസത്തെ വാടകയോ അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി
ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒടുവിൽ സർക്കാരിന്റെ കണ്ണു തുറന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ സിവിൽ സപ്ലൈസ് മന്ത്രി 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമെന്നായിരുന്നു ഷിഹാബിന്റെ പ്രതികരണം. മണ്ണഞ്ചേരിയിലെ കട ഉടമ നിരാഹാര സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ വിഷയത്തിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരക്കുമ്പോൾ അത് വളരെ കുറച്ച് നാളത്തെ പെൻഡിങ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ വായ്പയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ആ കുടിശ്ശിക ഉൾപ്പെടെ തീർത്തുകൊണ്ട് ആ പ്രശ്നത്തിന് വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഇത് വ്യവസായ സൗഹൃദ നാടാണെന്നൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ അങ്ങനെ വമ്പ് പറയുമ്പോഴാണ് നമ്മളിവിടെ ഇതൊരു വളരെ ദയനീയമായൊരു അവസ്ഥ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്നത്, ഒരു പ്രവാസി വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. ഒടുവിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് മന്ത്രിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും, നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒരു പരിധിവരെയും താൽക്കാലികമായിട്ടെങ്കിലും ഷിഹാബിന് ആശ്വസിക്കാം. എങ്ങനെയാണ് ഷിഹാബ് ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ശരണ്യയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്? എങ്ങനെയാണ്? ടോമ, ആലപ്പുഴ മണ്ണഞ്ചേരി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലാണ് ഒടിഞ്ഞ കാലുമായി പ്രവാസി വ്യവസായിയായ ഷിഹാബ് സമരം ചെയ്യുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രതിഷേധ സൂചകമായി ഈ ഔട്ട്ലെറ്റിന് മുന്നിൽ ഒടിഞ്ഞ കാലുമായി അദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ദുരവസ്ഥ മനസ്സിലായത്. അദ്ദേഹം പ്രവാസിയായിരുന്നു, ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ചു. അവിടെ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണ് മണ്ണഞ്ചേരി ജംഗ്ഷനിലെ ഈ സ്ഥലത്ത് 20 ലക്ഷം രൂപ വായ്പ കൂടി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു 2 ഇരുനില കെട്ടിടം പണിയുന്നത്. ഇതിൽ 1650 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഈ സപ്ലൈകോ ബിൽഡിംഗ് സപ്ലൈകോയ്ക്ക് ഔട്ട്ലെറ്റിനായി നൽകുകയായിരുന്നു. എന്നാൽ പല ഘട്ടങ്ങളിലായി സപ്ലൈകോ ഈ പണം നൽകുന്നത് വൈകിയതോടെ ഷിഹാബിന്റെ വായ്പാ തിരിച്ചടവ് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് ആവുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് കഴിഞ്ഞ ഡിസംബറിൽ പണം നൽകിയിട്ടുണ്ട്, എന്നാൽ അതിന് മുൻപുള്ള മാസങ്ങൾ പണം നൽകാനുണ്ട്. അങ്ങനെ ഏകദേശം 6 മാസത്തോളം ഷിഹാബിന് ഈ പണം വാടക ഇനത്തിലുള്ള 26,000-ഓളം രൂപ പ്രതിമാസ വാടക അദ്ദേഹത്തിന് കിട്ടാതായി. പിന്നീട് അദ്ദേഹം ഈ സപ്ലൈകോയുടെ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ പണം എന്ന് നൽകുമെന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും നൽകാത്തൊരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ അപകടത്തിൽപ്പെട്ട ഷിഹാബിന്റെ കാല് ഒടിയുകയും ചെയ്തു. ഈ ഒടിഞ്ഞ കാലുമായാണ് ഈ മനുഷ്യൻ പല ഓഫീസുകളിലും കയറിയിറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായൊരു മറുപടി കൂടെ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ കാലയളവിൽ തന്നെ ഈ ബാങ്കിലെ റവന്യൂ റിക്കവറി നോട്ടീസുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നു. ഇതിന്റെ അത്തരത്തിലുള്ള പരസ്യം ഉൾപ്പെടെ പത്രത്തിൽ നൽകുന്നൊരു അവസ്ഥ ഉണ്ടായി. ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. ഒപ്പം ഇപ്പോൾ ലേബർ ഓഫീസിൽ നിന്നും 50,000 രൂപയുടെ റവന്യൂ റിക്കവറി വന്നു. ഒപ്പം 74,000 രൂപയുടെ ഒരു ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി റിപ്പോർട്ട് പഞ്ചായത്തിൽ നിന്നും വന്നു. അതോടുകൂടി ഷിഹാബ് പൂർണ്ണമായി പ്രതിസന്ധിയിലാകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് കാലുമായി ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടാണെങ്കിലും ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്. അങ്ങനെ നമ്മൾ ഷിഹാബിനെ കണ്ടു, ഷിഹാബിന്റെ ദുരവസ്ഥ കണ്ടു. ഇന്ന് കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കേരളത്തിലെ സംരംഭകരുമായി ബന്ധപ്പെട്ട നടക്കുകയാണ്. സർക്കാർ അത്തരത്തിൽ ഒരു വലിയ മീറ്റിങ്ങിന് വേദിയാകുന്ന ഘട്ടത്തിലും ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രവാസിയായിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന സർക്കാരുമായി കരാറിലേർപ്പെട്ട, സർക്കാരിന്റെ ഒരു വകുപ്പിലെ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതിന്റെ പേരിൽ അയാൾ നേരിടേണ്ടി വന്ന ദുരവസ്ഥ നമ്മൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഒടുവിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി GR അനിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. എന്തായാലും സാധാരണ ഒരു ഇടപെടൽ അല്ലായിരുന്നു ടോം ഉണ്ടായത്. മറിച്ച് ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി നമ്മളെ ബന്ധപ്പെട്ടു. അതിനുശേഷം ഷിഹാബിനെയും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഉച്ചയിലേക്ക് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷെ ആ സ്വന്തം കടയുടെ മുന്നിൽ അന്യനെ പോലെ ഇരിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിനും നമുക്കും അല്പം ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. വെറുമൊരു വാഗ്ദാനത്തിനപ്പുറത്തേക്ക് സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി ഷിഹാബിനെ വിളിച്ചു എന്നുള്ളതാണ്. ഷിഹാബ് അവരെന്താ പറഞ്ഞത്?
അവർ പറഞ്ഞത് എത്രയും വേഗം തീരുമാനം എടുക്കാം. വാടക കുടിശ്ശികയുള്ളത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം വാടക കുടിശ്ശിക നാളേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. കട എത്രയും വേഗം ഒഴിഞ്ഞു തരാനുള്ള സംവിധാനത്തിലേക്ക് പുതിയൊരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അറിയാൻ പറ്റിയത്. അതിലേക്ക് കെട്ടിടം മാറി കെട്ടിടം കാലിയാക്കി എനിക്ക് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം പരിഹരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഒരു നാളെ തന്നെ പണം കൈമാറുമെന്ന് പറയുന്നുണ്ട്. നാളെ തന്നെ അക്കൗണ്ടിലേക്ക് പെൻഡിങ് ഉള്ളത് ട്രാൻസ്ഫർ ചെയ്ത് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുണ്ട്, ആശ്വാസമുണ്ടോ ഇപ്പോൾ? വളരെ ആശ്വാസമുണ്ട്. അതാണ് ഇന്നലെ കാണുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി വന്നിട്ടുണ്ട്. നമുക്കും ചിരിക്കാം. അദ്ദേഹത്തിന്റെ വിഷയത്തോടൊപ്പം നമ്മൾ രാവിലെ മുതൽ തന്നെ ടോം നിൽക്കുകയാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഇടപെട്ടു. ഉദ്യോഗസ്ഥർ നമ്മളെ ബന്ധപ്പെട്ടു. മന്ത്രിയെ ഇക്കാര്യം ധരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യത്തിൽ നമ്മളോട് ബന്ധപ്പെട്ട ഷിഹാബിന്റെ വിഷയം തേടി. തുടർന്ന് ഷിഹാബിനെ തന്നെ സപ്ലൈകോയുടെ എറണാകുളം ഓഫീസിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥനായ ദീപു അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടു. കോൺക്ലേവിന് എത്തിയ മന്ത്രി തന്നെ അവിടെ സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച അവരുമായി ചർച്ച ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ആജ്ഞയോട് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഈ ഷിഹാബിന്റെ വിഷയം ഉടനടി പരിഹരിക്കുമെന്നുള്ള പ്രതികരണം നമ്മുടെ പ്രതിനിധി ആജ്ഞയോട് അദ്ദേഹം കൊച്ചിയിൽ നൽകുകയും ചെയ്തു. അങ്ങനെ ന്യൂസ് 18 അതിരാവിലെ മുതൽ തന്നെ ഷിഹാബിന്റെ വിഷയവുമായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. എന്തായാലും ഈ സമയം സമാധാനമുള്ള സമയമാണ്. ഒരു വിഷയത്തെ പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയിപ്പം ഇത്രയൊക്കെ സഹായിച്ചതിന് ശരണ്യോടും ക്യാമറാമാനോടും ചരത്തിനോടും വളരെയധികം സ്നേഹവും. അല്ല, നമ്മൾ നമ്മുടെ ജോലി നിർവഹിച്ചു. കാരണം വളരെ കഷ്ടം തോന്നി. ഒരു പ്രവാസിയായി നിന്നു, നല്ല നിലയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഇത്തരം ഒരു പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നോട്ടീസുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ സിബിൽ സ്കോറിനെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് ആകെ പ്രശ്നമാകുന്ന രീതിയിലേക്ക് ആ നോട്ടീസുകൾ വന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗൗരവം എന്നുള്ളത്. അതായത് തുടർ ദിവസങ്ങൾ മറ്റൊരു വ്യവസായത്തിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ ലോൺ ടോപ്പ് ചെയ്യണമെങ്കിലോ ഷിഹാബിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് ഷിഹാബിന്റെ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന രീതിയിൽ ഈ RR റവന്യൂ റിക്കവറി നോട്ടുകളെല്ലാം തന്നെ രേഖപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായൊരവസ്ഥയായിരുന്നു. കാരണം ഈ ബാധ്യത വീഴണമെങ്കിൽ പോലും അദ്ദേഹത്തിന് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ കുരുക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ കുരുക്ക് നമ്മൾ ഒന്നൊന്നായി അഴിച്ച് ഇന്ന് രാവിലെ മുതൽ അഴിക്കുകയാണ്. അഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് മാറുകയാണ് അല്ലേ? ഈ കട ഒഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് നൽകിയ കൂടുതൽ വരുമാനം കിട്ടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരിക്കും. പരിഹരിക്കാനും പറ്റും. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഒരു സർക്കാർ സേവനമായിട്ട് 9 വർഷം കൊടുത്തിട്ട് അവസാനം ഇപ്പം നാടും വീടും വിട്ട് ജീവിതം തന്നെ ഒളിച്ചോട്ടത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ന്യൂസ് 18 വന്നതും ഈ സഹായങ്ങളെല്ലാം ചെയ്തു തന്നതും. അതെ, എന്തായാലും ടോം സന്തോഷം. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. നമ്മൾ എല്ലാവരും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. തീർച്ചയായും ശരണ്യ, അത് കൃത്യമായൊരു ഇടപെടലാണ് ശരണ്യ അവിടെ നടത്തിയത്. മറ്റൊരു കാര്യം കൂടി, ഈ ഷിഹാബിന് ഈ ഒരു ദുർഗതി വരുത്തിയത് ആരാണ്? പ്രത്യേകിച്ചും ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം ഇവിടെ പ്രകടമായിരുന്നു. അതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഇങ്ങനെ വാടക നൽകാതെ, ഈ കരാർ കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിഞ്ഞു നൽകാതെ ഇങ്ങനെ മുന്നോട്ട് പോയത് ഏത് ഉദ്യോഗസ്ഥരാണ്? അവർക്കെതിരെ കൂടി നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ ഇവിടെ ഉള്ള ജീവനക്കാര്, ഇവിടെ അദ്ദേഹം ഈ വാടകയ്ക്ക് ഈ കെട്ടിടം നൽകിയിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്കൊന്നും ചെയ്യാനാവില്ല. അവര് സാധാരണ ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന കായംകുളത്ത് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഏരിയ മാനേജർ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും പോസിറ്റീവായ നടപടി ഉണ്ടായിരുന്നു ഷിഹാബ് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ? ഇല്ല, യാതൊരുവിധ റെസ്പോൺസും നമുക്ക് നൽകിയിട്ടില്ല. വാടക നിലവിലെ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള വാടക ചോദിച്ചപ്പോൾ പോലും റിക്വസ്റ്റ് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അതെ, എഗ്രിമെന്റിന് ശേഷമുള്ള വാടകയെ സംബന്ധിച്ച്, ഈ കാലാവധി കഴിഞ്ഞ ശേഷമുള്ള വാടകയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൈമലർത്തി അല്ലേ? കൈമലർത്തി. ഇപ്പോ മിനിസ്റ്റർ ഇടപെട്ടപ്പോൾ തന്നെ അതിനകത്തൊരു വലിയ മാറ്റമുണ്ടായി. ഒരുപക്ഷെ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് താഴെത്തട്ടിൽ തന്നെ ഉദ്യോഗസ്ഥർ അതിന്റെ ഒരു സാഹചര്യം, ഇപ്പോൾ ഷിഹാബിന്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് ടോമ്. ഇങ്ങനെയൊക്കെ ഒരു ആൾ കയറി വരുമ്പോൾ അയാളോട് കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണനയും സാധാരണ ഒരു ഉദ്യോഗസ്ഥർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണെന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനോ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മനുഷ്യന് ഇവിടെ വന്ന് പരസ്യമായി
ഇങ്ങനെ ഒരു ഇരിപ്പ് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം തനിക്ക് ബാധ്യതയുണ്ടെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് അദ്ദേഹം എത്തില്ലായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഏരിയ മാനേജറായ ആളോട്, കായംകുളം സ്വദേശിയായ വ്യക്തിയോടൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും അത്രയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഒടിഞ്ഞ കാലുമായി ഒരാൾ എറണാകുളം വരെ കയറി ചെന്ന് അവിടുത്തെ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് സാമ്പത്തികം അത്ര അത്യാവശ്യമാണ് എന്നുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അയാളുടെ ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടില്ല. എല്ലാ വന്നിരിക്കുന്ന രേഖകളും കോപ്പി അവിടെ സഹിതം കൊടുത്തിട്ടുള്ളതാണ്. അതെ, അതാണ് അദ്ദേഹം എല്ലാം നൽകിയിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഈ ഒരു മാധ്യമ ഇടപെടൽ വന്നതുകൊണ്ട് മാത്രമാകണം ഈ വിഷയം പരിഹരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് അറിഞ്ഞ, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആ വിഷയം വളരെ ഗൗരവത്തോടെ എടുത്തു എന്നുള്ളതാണ്. ആ നിമിഷം മുതൽ തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ആ ഫോളോ അപ്പ്, ഒരു മന്ത്രി ഇടപെട്ടൊരു ഫോളോ അപ്പ് ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് മാനുഷിക പരിഗണന കൊണ്ട് ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. ആ വിഷയം അവർ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം ഇത്തരത്തിലൊരു പുതിയൊരു സംരംഭകർക്ക് വേണ്ടി ഒരു പുതിയ സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്ന വലിയ പരസ്യത്തോടുകൂടി നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്, ഒരു പ്രവാസിയായിരുന്ന മനുഷ്യന് തൻ്റെ ആയുഷ്കാലം മുഴുവനുള്ള സമ്പാദ്യം കൊണ്ട് ഇവിടെ വന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒടുവിൽ സർക്കാരുമായി സംരംഭത്തിൽ ഏർപ്പെട്ട് ഇത്തരം ഒരു മോശം സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് വിളിച്ചു പറയേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ്. അതായത് കേരളം ഒരു വലിയ കോൺക്ലേവിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ വിളിച്ചു പറയേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരം. എന്തായാലും ഷിഹാബിനെ പോലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകൾ നൽകിയ ആളുകൾ ഉണ്ടാവും. ഈ വിഷയത്തിൽ ആരോഗ്യപരമായി തന്നെ വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ ഇടപെടൽ കൊണ്ടെങ്കിലും അതൊരു പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. ടോം, തീർച്ചയായും ശരണയുടെ ഇടപെടൽ, ന്യൂസ് 8 ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ ഷിഹാബിന് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞത്. താൽക്കാലികമായി ഷിഹാബിന് ആശ്വാസകരമാണെങ്കിൽ പോലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ആരൊക്കെ ഷിഹാബിന് ഇതേ രീതിയിൽ വേട്ടയാടി ഇതുപോലെ ബുദ്ധിമുട്ടിച്ചോ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. കോഴിക്കോട് ചോറോട് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ചോറോട് സ്വദേശിനി നിസാം മെഹക് അൻസറിനെയാണ് വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ചതിനിൽ കണ്ടത്. വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അമിത ഫോൺ ഉപയോഗം വിലക്കിയതാണ് ആത്മഹത്യ കാരണമെന്നാണ് വിവരം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലൊരു പെൺകുട്ടി 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലെ സ്കൂളിൽ ഫോൺ കൊണ്ടുപോയി, അധ്യാപകർ അത് കയ്യോടെ പിടിച്ചു, പിന്നീട് വീട്ടിൽ അറിയിച്ചു. അതിൻ്റെ മനോവിഷമത്തിൽ വീട്ടിലേക്ക് പോകാൻ മടി കാണിച്ച് പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒളിച്ചിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ പുറത്തു വന്ന വിവരങ്ങൾ. ഇവിടെയും മൊബൈൽ ഫോണാണ്. അതായത് ഈ കോഴിക്കോട് ചോറോട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും അതിൻ്റെ വില്ലനായത് മൊബൈൽ ഫോണാണ്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതാണ് ആത്മഹത്യ കാരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അനീഷ? വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തിയിട്ടില്ല. നമുക്കറിയാം, ഈ കോവിഡ് കാലം മുതൽ കുട്ടികളിൽ പലപ്പോഴും ഈ മൊബൈൽ ഫോൺ അവരുടെ ഒരു പഠനോപകരണമായി മാറുന്ന ഒരു സാഹചര്യം. ആദ്യ 2-3 വർഷങ്ങൾ തുടർച്ചയായി തന്നെ ഈ ഫോൺ ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്കൂളുകളും മറ്റുമൊക്കെ പോലും ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പകരം അല്ലെങ്കിൽ ഈ യൂട്യൂബിലും മറ്റും ക്ലാസ് കാണുന്നതിന് പകരം ഈ അധ്യാപകർ ക്ലാസ്സുകളിൽ നടത്തുന്ന പാഠഭാഗങ്ങൾ പഠിക്കുക, വീട്ടിൽ നൽകുന്ന എക്സസൈസുകൾ ചെയ്യുക എന്നീ നിലവാരത്തിലേക്ക് മാറ്റുകയും കുട്ടികൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന പരമാവധി കുറയ്ക്കണമെന്ന നിർദ്ദേശം രക്ഷകർത്താക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് കുറച്ച് അധികം നാളുകളായി ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ നിന്നും മാറി നിൽക്കുക എന്നത് പല കുട്ടികൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നതിനപ്പുറം ഈ റീൽസ് കാണുക, മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നതൊക്കെ അവരുടെ ഒരു ജീവിതശൈലിയെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിലാണ് അമിതമായ ഉപയോഗം വരുമ്പോൾ ഈ രക്ഷാകർത്താക്കൾ അത് തടയുന്നത് വളരെ പെട്ടെന്ന് വളരെ നിശ്ചിതമായ രീതിയിലൊക്കെ തടയുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ മാറുകയാണ്. അടുത്ത കാലത്തായി നിരവധി ഇടത്തു നിന്നുമാണ് ഇത്തരം അനിഷ്ടകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ ഒരു മാർഗം എന്നതിനെ കുറിച്ചുള്ള വളരെ ഗൗരവതരമായ ചിന്തകൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലും ഈ പേരന്റിങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ
ആരംഭിക്കേണ്ട ഒരു സമയത്തേക്ക് തന്നെ, അല്ലെങ്കിൽ അതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിന് ഇതിന്റെ പ്രാഥമിക കാരണം ഇത് തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല. ഈ പഠനവുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ മൊബൈൽ ഒരു അഡിക്ഷൻ ഒരു വലിയ വിപത്തായി തന്നെ കുട്ടികൾക്കിടയിലേക്ക് മാറുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വടകരയിലേത്. ടോം. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം പല കുട്ടികളുടെയും ഭാവി ജീവിതം തന്നെ തകർക്കുന്നുണ്ട്. പലരും മൊബൈൽ ഫോണിന് വലിയ രീതിയിൽ അടിമകളാകുന്ന, അവർക്ക് പഠിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ചെറിയൊരു വഴക്ക് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ വഴക്ക് പറഞ്ഞാൽ പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് പോലും കുട്ടികൾ ചിന്തിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുപോലുള്ള കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും. ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലുള്ള ചെന്താമര വിയൂർ ജയിലിലാണ്. ജനുവരി 27-നാണ് വ്യക്തിവൈരാഗ്യം കാരണം അയൽവാസിയായ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ഈ കേസിൽ ഏറ്റവും ഒരു ഗൗരവ സ്വഭാവം നമുക്കറിയാം. അതിക്രൂര മനോഭാവമുള്ള ചെന്താമര എന്ന വ്യക്തി, ഇയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാഹചര്യമൊരുക്കുകയാണ്. ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതുകൊണ്ടാണ് ഈ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷേ ഈ ഇരട്ടക്കൊലക്കേസിൽ ഇയാൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാട് എന്താണ്? എന്തൊക്കെയാണ് ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ആദ്യം 2019 സുധാകരന്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തി ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സുധാകരനെയും അമ്മയെയും ഈ പ്രതി കൊലപ്പെടുത്തുന്നത്. ഇനി വീണ്ടും ഈ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അത് ആ നാട്ടുകാർക്കുണ്ടാകുന്ന ഭീതി അത് എത്രത്തോളം വലുതാണെന്ന് ഈ പോലീസിനും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കൊക്കെ വളരെ കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് ഈ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് വേണ്ടി പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരടക്കമുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജാമ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ദൃക്സാക്ഷികളില്ല. ഈ കൊലപാതകം, ഇരട്ട കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ പേരിൽ മാത്രമാണ് ഈ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതി നിരപരാധി ആണ്, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പ്രതിക്ക് അവസരം കൊടുക്കണം, അതിനുവേണ്ടി ജാമ്യം അനുവദിക്കണമെന്നാണ് ഈ ജാമ്യാപേക്ഷയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കോടതി പറയുന്ന ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാൻ പ്രതി തയ്യാറാണ്. ഇപ്പോൾ നാട് വിട്ടുപോകരുത്, അല്ലെങ്കിൽ പഞ്ചായത്ത് പോലും വിട്ടുപോകരുത്, അത്തരമുള്ള വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി തന്നെ അംഗീകരിക്കാൻ പ്രതി തയ്യാറാണെന്ന് കൂടി ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഈ ജാമ്യാപേക്ഷ നൽകും, അത് അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർ വളരെയധികം ഭീതിയിലാണ്. കാരണം ഈ 2019 ഒരു കൊലപാതകം ചെയ്ത ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ബാക്കിയുള്ള 2 കൊലപാതകം ചെയ്തത്. അന്ന് പിടിക്കപ്പെട്ടപ്പോൾ ഈ പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഈ അയൽവാസിയായ പുഷ്പ കയ്യിൽ നിന്നും വഴുതിപ്പോയതാണ്, തലനാരിഴക്ക് രക്ഷപ്പെട്ടതാണ്, ജസ്റ്റ് മിസ്സായതാണ്. അതിലുള്ള ഒരു നിരാശ പ്രതി അന്ന് വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യൽ വേളയിൽ വെളിപ്പെടുത്തിയതാണ്. ഷംന സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പുഷ്പയെ പോലെ ഈ പ്രദേശത്ത്, ഈ നെന്മാറ പോത്തുണ്ടി എന്ന പ്രദേശത്ത് ഭയത്തോടെ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ചെന്താമര ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ എന്ത് രീതിയിലുള്ള ക്രൂരതയും കാട്ടും എന്നൊരു ഭയം അയൽവാസികൾക്കൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി ജാമ്യം നൽകാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. കാരണം പോലീസ് അതിനെ എതിർക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഒരു ഇരട്ടക്കൊലപാതകം നടത്തിയിട്ടും ചെന്താമരയ്ക്ക് യാതൊരു മനസ്താപവുമില്ല. ഒരു ഘട്ടത്തിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ്
കുറ്റസമ്മത മൊഴി നൽകാൻ, രഹസ്യമൊഴി നൽകാൻ ഇയാൾ തയ്യാറായിരുന്നുവെങ്കിലും പിന്നീട് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം അതിൽ നിന്നും മാറുന്ന ഒരു നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം പോലും ഈ കേസിൽ ഉണ്ടായതാണല്ലോ. നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗത്തിൻ്റെ നിലപാടെന്താണ്? ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ രഹസ്യമൊഴി നൽകുന്ന നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുമോ? ടോം, ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നേരത്തെ ഈ ചെന്താമരയാണ് കൊലപാതകം ചെയ്തത്, ചെന്താമര ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ കാട്ടി നാട്ടുകാരടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴിയെടുക്കൽ വേളയിൽ പക്ഷെ പലരും സാക്ഷികൾ കൂറുമാറി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഭയമാണ് ചെന്താമരക്കെതിരെ മൊഴി നൽകാൻ. കാരണം ചെന്താമര ഇനി ഒരുപക്ഷെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ പിന്നീട് ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ തങ്ങളെ കൂടി കൊല്ലും. കാരണം നിരവധി കൊലപാതകങ്ങൾ നടത്താൻ ഈ പ്രതി പദ്ധതി ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭയമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പല സാക്ഷികളും മാറിയിരുന്നു. പിന്നീട് ആദ്യഘട്ടത്തിൽ ഈ ചെന്താമരയെ പിടികൂടിയ സമയത്തും ഇയാൾ ഒരു തരത്തിലുള്ള കുറ്റബോധം, അല്ലെങ്കിൽ ഒരു അംശം പോലും കുറ്റബോധമില്ലാതെയാണ് പ്രതി പോലീസിന് മുമ്പിൽ അകപ്പെട്ട് നിന്നപ്പോഴുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ അയൽവാസിയായ പുഷ്പയെ കൊല്ലാൻ പറ്റാത്തതിലുള്ള നിരാശയടക്കമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷെ പിന്നീട് കോടതിയിലെത്തിയ ഘട്ടത്തിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി, മക്കളുടെ മുമ്പിൽ ഇനി തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല, 100 വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, ഇനി ഒരു പരോളിന് വേണ്ടി പോലും, ഒരു ദിവസത്തെ പരോളിന് വേണ്ടി പോലും താൻ അപേക്ഷിക്കില്ല, അങ്ങനെ ചോദിക്കില്ല എന്നായിരുന്നു ഈ പ്രതി അന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോഴും ഈ നാട്ടുകാർ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ പ്രതിക്കൊരു കുറ്റബോധമില്ല, അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അയാൾ കോടതിയിൽ പറഞ്ഞ, അല്ലെങ്കിൽ കോടതിയിൽ കാണിച്ച തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുന്ന തരത്തിൽ കോടതിയിൽ കാണിച്ചത് വെറും നാടകം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഈ പ്രതി പിന്നീട് എന്തിനാണ് ഈ ജാമ്യം നൽകണമെന്ന അപേക്ഷയുമായി കോടതിയിൽ പോയി എന്നത്, അത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം. അന്ന് തന്നെ പറഞ്ഞതായിരുന്നു ഈ പ്രതി എല്ലാം അയാളുടെ നാടകം മാത്രമാണെന്ന് ഈ നാട്ടുകാർ ആരോപിച്ചിരുന്നു. അത് വാസ്തവമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. മറ്റൊരു കാര്യമുള്ളതുപോലെ ഈ പ്രതിയുടെ പുതിയ തന്ത്രപരമായ നീക്കമാണിത്. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നു. മാത്രമല്ല, യാതൊരു കുറ്റബോധവും ഇയാൾക്കില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെയും വകവരുത്തും, അയൽവാസികളെ വകവരുത്തുമെന്ന്, പുഷ്പയെപ്പോലുള്ള അയൽവാസികളെ വകവരുത്തുമെന്ന് ഇയാളുടെ ഭീഷണി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെന്താമര ഒരു കാരണവശാലും ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.